ബീഹാറിൽ വോട്ടർ പട്ടിക പുനഃപരിഷ്കരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ തൃണമൂൽ കോൺഗ്രസ് സമീപിച്ചു. മഹുവ മൊയ്ത്ര എം.പി. സുപ്രീം കോടതിയിൽ ഹർജി നൽകി. വിനീത വി.ജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. 2003 ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള ആളുകൾ അവരുടെ യോഗ്യത തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഈ രേഖകൾ നൽകണമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഒരുപക്ഷെ ബീഹാറിൽ ഈ വോട്ടർ പട്ടിക പുനഃപരിഷ്കരണം വരുന്നതോടുകൂടി ഏതാണ്ട് 37% ആളുകളും ഇതിന് വിധേയരാകേണ്ടി വരുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനത്ത് അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം തന്നെ പരിശോധിക്കേണ്ടതായിരുന്നുവെന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഇന്ത്യ മുന്നണി ഒരു ചർച്ചയും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഫലമുണ്ടായില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നൊക്കെ നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ TMC സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്രയാണ് സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അവർ ആവശ്യപ്പെടുന്നത് ഈ ബീഹാർ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലേക്കൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത് തടയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള ഈ പുനഃപരിഷ്കരണം, വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിലൂടെ എല്ലാ ജനങ്ങൾക്കും വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം അത് നിഷേധിക്കപ്പെടുകയാണെന്നാണ് പറയുന്നത്. ഇത് ജനാധിപത്യത്തെയും ഒപ്പം തന്നെ ഭരണഘടനയ്ക്കും വിരുദ്ധമാണെന്നും ഈ റിട്ട് ഹർജിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗാൾ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ സമാനമായിട്ടുള്ളൊരു നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇന്ത്യ മുന്നണിയും ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണെങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കും, ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുവെന്നാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആദ്യം TMC സുപ്രീം കോടതിയെ ഈ വിഷയത്തിൽ സമീപിച്ചിരിക്കുകയാണ്. SK. ഓക്കെ, വിനീത വി.ജി.